നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. അടിസ്ഥാന വർഗത്തിന്റെ മുന്നേറ്റത്തിന് കരുത്തേകിയ പോരാളി VS അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കേരള രാഷ്ട്രീയത്തിലെ ആദികായനായ VS തലമുറകൾക്ക് പിന്തുടരുവാനുള്ള മഹത്തായ പാദമുദ്രകൾ അടയാളപ്പെടുത്തിയാണ് നിത്യനിദ്രയിലേക്ക് കടന്നത്. പലപ്പോഴും പാർട്ടിയുടെ പൊതുനിലപാടിനെതിരെ VS ചങ്കുറപ്പോടെ നിലകൊണ്ടു. ഒറ്റയാനായി പൊരുതിയ കാലങ്ങളിലൊന്നും VSനെ കമ്മ്യൂണിസ്റ്റ് കേരളം ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. കണ്ണേ കേരളെ എന്ന് വിളിച്ച് കൂടെ നിന്നു. കേരളത്തിന്റെ എണ്ണമറ്റ സമര പോരാട്ടങ്ങളെ നയിക്കാൻ മുന്നിൽ നിന്ന VS ജനസമ്മതനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായി മാറിയതിൽ അത്ഭുതമില്ല. 2006 മെയ് 18 കേരളത്തിന്റെ 11ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ VSന് 83 വയസ്സായിരുന്നു. ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. രാഷ്ട്രീയ രംഗത്ത് ഇത്രയേറെ കാലം പ്രവർത്തിച്ചിട്ടും മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് അച്യുതാനന്ദൻ സംസ്ഥാന മന്ത്രിയായിട്ടില്ല. മുഖ്യമന്ത്രിയാകും മുമ്പേ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച അച്യുതാനന്ദൻ ഒട്ടേറെ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. വനക്കയ്യേറ്റം, മണൽ മാഫിയ, അഴിമതി എന്നിവയ്ക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തത് ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി. പിന്നാലെ 2006 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള 140 സീറ്റിൽ 98 സീറ്റുകളും നേടി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറാൻ VS സർക്കാരിന് കഴിഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒട്ടേറെ ജനക്ഷേമ പരിപാടികൾക്കാണ് VS അച്യുതാനന്ദൻ തുടക്കമിട്ടത്. മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കലിന് പ്രത്യേക ദൗത്യസംഘത്തെ VS നിയോഗിച്ചത് കേരളം അതുവരെ കാണാത്ത ഒരു നീക്കമായി. ഈ ഓപ്പറേഷൻ മൂന്നാർ എന്ന പദ്ധതി ഏറെ ശ്രദ്ധേയമായിരുന്നു. പലപ്പോഴും പാർട്ടി നിലപാടിനപ്പുറം സ്വന്തം നിലപാടുകളിൽ നിന്ന് അണുവിടമാറാതെ നിന്നുകൊണ്ടുള്ള ഭരണനിർവഹണം അദ്ദേഹത്തെ കേരളത്തിലെ ഒരു ജനപ്രിയ ഭരണാധികാരിയാക്കി മാറ്റിയിട്ടുണ്ട്. വിവാദം സൃഷ്ടിച്ച സ്മാർട്ട് സിറ്റി കരാർ പരിഷ്കരിച്ച് ഒപ്പുവെക്കാൻ VS അച്യുതാനന്ദന് കഴിഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ചർച്ചകൾ തുടങ്ങിയത്. എന്നാൽ VS സർക്കാരിന്റെ കാലത്ത് ടീക്കോവുമായി കാക്കനാട് സ്മാർട്ട് സിറ്റി പദ്ധതി കരാർ ഒപ്പിടുകയായിരുന്നു. 10 വർഷം കൊണ്ട് 90,000 പേർക്ക് തൊഴിൽ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ഇതുവരെ തൊഴിൽ നൽകാനായത് 8,000-ൽ താഴെ പേർക്ക് മാത്രമാണ്. പ്രസംഗിക്കുന്നതിന് നീട്ടിയും കുറുക്കിയുമുള്ള ഒരു ശൈലി അദ്ദേഹത്തിനുണ്ട്. പരിഹാസ രൂപേണ അതിരൂക്ഷമായ വിമർശനം ഉയർത്താൻ VSന് കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. ആറന്മുള വിമാനത്താവള പദ്ധതി പോലുള്ളവയിൽ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. സ്ത്രീകളുടെ സുരക്ഷയെ മുൻനിർത്തി വിവിധ വിഷയങ്ങളിൽ കർശന നിലപാടെടുക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ പുലർത്തി. വല്ലാർപാടം തുറമുഖം, IT പാർക്കുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയ സുപ്രധാന അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ ശ്രദ്ധേയമായ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഫിലിം പൈരസിക്കും അനധികൃത ലോട്ടറിക്കുമെതിരെ അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ മൂന്നാറിലും കൊച്ചിയിലും അനധികൃതമായി കൈവശപ്പെടുത്തിയ ഭൂമി തിരിച്ചുപിടിക്കാൻ അദ്ദേഹം പൊളിക്കൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.